നമുക്ക് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു സോളോ ട്രിപ്പ് അടിച്ചാലോ? സോളോ ട്രിപ്പ് എങ്ങോട്ടും അല്ല കേട്ടോ, കൊടകരയ്ക്കാണ്. ഒരു ഡെലിവറി ഉണ്ട്, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നായതികൂട്ടനെ ചേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ടാറ്റ പറഞ്ഞ് പോവാണ്. ചേട്ടനെങ്കിൽ പിന്നെ എനിക്ക് ഫുൾ സ്വാതന്ത്ര്യമാണ്, ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ചേട്ടൻ നോക്കിക്കോളും. അപ്പോൾ അമ്മ ചോദിക്കുകയായിരുന്നു ഇറങ്ങിയപ്പോൾ ഒറ്റയ്ക്കാണോ പോണേന്നുള്ളത്. നമ്മൾ ഈ +2 മുതൽ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വന്നിട്ടില്ല കേട്ടോ. അതൊരു സ്വാതന്ത്ര്യമായിട്ട് ചിലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. എനിക്കത് ഭയങ്കര ഒരു സ്വാതന്ത്ര്യം, ഒരു നല്ലൊരു ഫീലാണ് എനിക്ക്. കാരണം ചെറുപ്പം തൊട്ടേ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എലോൺ അങ്ങനെ ഒരു ഫീലൊന്നും തോന്നിയിട്ടില്ല. ഇഷ്ടമാണ് സോളോ ട്രിപ്പ് അടിക്കാനൊക്കെ, ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും മഴക്കാറുള്ള സമയമാണെങ്കിൽ ഉണ്ടല്ലോ, പറയാൻ വേണ്ട സാറേ, മുന്നിലുള്ളതൊന്നും കാണില്ല എന്ന് പറഞ്ഞ പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും എൻ്റെ ഈ കുഞ്ഞ് സ്കൂട്ടിയിൽ ഞാൻ +2 മുതലൊക്കെ ഒറ്റയ്ക്കാണ് പോയി പഠിക്കാനുള്ള അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ കോളേജസിൽ നിന്ന് എടുക്കാറ്. അതുപോലെ തന്നെ ഒരു 80 കിലോമീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ പോവാറ്. ഹോസ്റ്റലിൽ നിന്നോടെ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നൈതിക്കുട്ടനെ ഇത് ചാലക്കുടിയെ വെച്ച് കണ്ടപ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു ഈ കളിപ്പാട്ടം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ചോദിച്ചു അവരോട് കൊടകരയെ വെച്ചിട്ട്. പക്ഷേ അവർ വില എനിക്ക് ഒട്ടും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞാൽ കുറവാണ് നൈതിക്ക്. അവൻ ഈ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ എടുത്ത് കളിക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് അവൻ്റെ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് പസിൽസ് പോലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ എനിക്ക് ഓക്കെയാണ്. അല്ലാതെ കുറേ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്ന ഒരാളല്ല കേട്ടോ. തിരിച്ചു വന്നപ്പോൾ ഒരു സ്ലോ മോഷൻ വീഡിയോ എടുത്തതാണ്. എന്ത് രസമല്ലേ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ പോകാൻ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. അല്ലാത്ത ട്രാവലിങ്ങും ഇഷ്ടമാണ്. തിരിച്ച് വന്നപ്പോൾ നമ്മുടെ കുറ്റിച്ചെറയിലുള്ള ഓറഞ്ച് ബേക്കേഴ്സിൽ കയറിയിട്ട് സ്നാക്സ് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പുറത്തത്തെ ഫുഡ് എന്ന് പറയുന്ന സംഭവമല്ലേ, നമ്മൾ പലതും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വന്നു പോകുന്നതാണ്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ അഡിക്റ്റായും പോകാറുണ്ടല്ലേ. അപ്പം പറ്റുന്നവരെ കുറച്ച് കൊണ്ടുവരിക. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ ഇഷ്ടമാണ് പുറത്തെ ഫുഡ്, പക്ഷെ നല്ലതല്ലാത്തത് കുറയ്ക്കുക തന്നെ ചെയ്യാമല്ലേ. അപ്പം ഇത്രയൊക്കെയുള്ളത് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കേട്ടോ, ഒരു കുഞ്ഞു ഷോർട്സാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളും അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.